വ്യൂവേഴ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിത് തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ 30 days വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു. ഒരുപാട് വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ജെന്യൂൻ ഏതാണ്, അതുപോലെ തന്നെ ഫേക്ക് ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ആവശ്യമുണ്ട്. എനിക്ക് വെയിറ്റ് ലോസ് ഒരുപാട് നാളുകളായിട്ട് ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണെന്ന് ഓക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് കിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളൊരു നമുക്കൊരു ഇത് മനസ്സിലാവും. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് ഉള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വഴി ഒരുപാട് റിവ്യൂസ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഒരുപാട് റിവ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ട്രൈ ചെയ്താൽ നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 10 days വീഡിയോസ് ഉണ്ടാവും. അതായത് എന്താണ് ഞാൻ കഴിക്കുന്നത്, അതുപോലെ തന്നെ വാട്ട് ഐ ഈറ്റ്, അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട്സ്, അതായത് എൻ്റെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത്, എന്തൊക്കെ ചേഞ്ചസ് ഞാൻ കാണുന്നു എന്നുള്ളതൊക്കെ ഞാനൊരു ചെറുതായിട്ടൊന്ന് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറ്റ് ലാസ്റ്റ് 30th ഡേയിൽ ഞാനെൻ്റെ ഫൈനലായിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ് മൊത്തം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ഇന്നാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരുപാട് ടൈം ഉണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് 16/8 എന്നുള്ളതിൻ്റെയാണ്. അതായത് 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണ്. അത് ഫുഡ് കഴിക്കാതിരിക്കുകയും ബാക്കിയുള്ള 8 hours നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. 24 hours 16 hours നമ്മൾ ഫാസ്റ്റിങ്ങും അതുപോലെ 8 hours ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ടൈം സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പം മോർണിംഗിലും അതുപോലെ ലഞ്ച്, അതായത് മോർണിംഗിലും അതുപോലെ ലഞ്ചും കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈവനിങ്ങത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മോർണിംഗത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്കും അതുപോലെ തന്നെ നൈറ്റിലെ ഫുഡും നമുക്ക് കഴിക്കാം. അത് ഡിപ്പെൻസ് നമ്മുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മോർണിംഗിലത്തെ ഫുഡും അതുപോലെ ഉച്ചയ്ക്കത്തെ ഫുഡും ഞാൻ കഴിക്കും. എനിക്ക് മോർണിംഗിലത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. എനിക്ക് അന്നത്തെ ദിവസം ഫുൾ എനർജി ഇല്ലാത്ത പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോർണിംഗിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട, അത് വേണ്ട, നൈറ്റിലത്തെ ഫുഡ് മാത്രം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിന് 2 വിൻഡോസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ട്, അതുപോലെ തന്നെ ഈറ്റിംഗ് വിൻഡോ ഉണ്ട്. ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഡ്യൂറേഷനാണ്. അതുപോലെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ഈറ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഫാസ്റ്റിംഗ് വിൻഡോ ഈറ്റിംഗ് വിൻഡോ. അപ്പോൾ ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് മോർണിംഗിൽ 8 o'clock അത് 9 മണി തൊട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 8 o'clock ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 8 hours എനിക്ക് ഫുഡ് കഴിക്കാം. അതായത് ഞാൻ ഒരു ഉച്ചയ്ക്കത്തെ ഫുഡ് എനിക്ക് കഴിക്കാം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ് 4 o'clock വരെ എനിക്ക് ഫുഡ് കഴിക്കാം. അതാണ് എൻ്റെ ഒരു ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 o'clock ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്യും. പിന്നെ എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ ആണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് 4 മണിക്ക്, അതായത് ഈവനിങ് 4 മണിക്ക് ഞാൻ ഫാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് രാത്രിയൊന്നും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം മോർണിംഗിൽ, അതായത് 8 o'clock എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ ക്ലോസ് ആവണത്. പിന്നെ അടുത്ത ദിവസം 8 മണി തൊട്ട് എനിക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വരുന്നത് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 1 month ചെയ്ത് കഴിഞ്ഞാൽ 2 weeks കൊണ്ട് റിസൾട്ട് കണ്ടു തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും 1 month ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളോട് അപ്ഡേഷൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസുലിൻ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതേ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടും, അതായത് നമ്മുടെ സ്റ്റൊമക്കിന് റെസ്റ്റ് കിട്ടുവാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിലുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കുന്ന ഫാറ്റ് അത് നമ്മുടെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ്, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് എനർജിയായിട്ട് കൺവേർട്ട് ആവുന്നത് വഴി നമ്മുടെ ഫാറ്റ് കുറയും. അതുവഴി നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വെയിറ്റ്, ഒബസിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് മുതൽ 30 days എൻ്റെ കൂടെ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. പക്ഷേ ഒരുപാട് ഫുഡ് കൺട്രോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഷുഗർ കട്ട് ചെയ്യും, പക്ഷേ ഫുഡിനൊന്നും അധികം കൺട്രോളൊന്നുമില്ല. ചോറ് കഴിക്കും. അതാണ് നമ്മുടെ ഈ ഒരു ഡയറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കാം. ഓയിലൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് ഓയിൽ മാത്രം എടുക്കുക, ബാക്കിയുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഫുഡൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മോർണിംഗിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും കഴിക്കുക. ഓയിൽ കൺട്രോളും അതുപോലെ തന്നെ ഷുഗർ ഡയറ്റുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാ ഫുഡിൻ്റെയും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ശീലമുണ്ട്, രാവിലെ തന്നെ കട്ടൻ തേയിലയോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ എനിക്ക് കട്ടൻ തേയില കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഷുഗർ കട്ടായതുകൊണ്ട് അത് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചിയാ സീഡിൻ്റെ ഒരു ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 2 ടീസ്പൂണായിട്ടുള്ള ചിയാ സീഡ് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. പക്ഷേ ഇത് ഒരു ഹാഫ് ആൻ അവർ വെക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു ചിയാ സീഡ് വീർത്ത് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലാവുമ്പോഴാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ പൊന്തി വരും. അപ്പോഴാണ് നമ്മളിത് കുടിക്കേണ്ടത്. ചിയാ സീഡ് അടിപൊളിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ചിയാ സീഡ് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിനാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് രാവിലെ എണീറ്റാൽ കുടിക്കാൻ പറ്റുന്ന ചിയാ സീഡാണ്. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് കുടിക്കാനും പാടില്ല കേട്ടോ. ഒരുപാട് കുടിച്ചു കഴിഞ്ഞാലും വെയിറ്റ് ഗെയിൻ ആവും, കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2 ടീസ്പൂണിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ചിയാ സീഡ് മോർണിംഗത്തെ ഡ്രിങ്കായിട്ട് ഞാൻ കുടിക്കുന്നത് ചിയാ സീഡാണ്. ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഫുള്ള് ഞാൻ ചിയാ സീഡായിരിക്കും രാവിലെ കുടിക്കുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മളിങ്ങനെ അടിയിലിങ്ങനെ കിടക്കോട്ടെ. അപ്പോൾ ഞാനിതങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ കുടിക്കുവാണ്. ഇപ്പോൾ ടൈം ഏകദേശം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 3 ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ്. ഒട്ടും ഓയിലില്ലാതെയാണ് ഞാൻ ടോസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു ഫ്രൂട്ടാണ്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അത് കഴിച്ചു. ഇനി ലഞ്ചിലുള്ള ടൈമായി. ഇപ്പോൾ ടൈം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് തന്നെയാണ് ലഞ്ചായിട്ട് എടുക്കുന്നത്. ചോറും പിന്നെ മീൻകറിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ മീൻ പൊരിച്ച് എടുത്തത്. അതും ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എക്സസുള്ള ഓയിലൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു തോരൻ അതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ലഞ്ചിന് കഴിക്കാനായിട്ട് ഉള്ളത്. ലഞ്ച് കൂടെ കഴിച്ചാൽ പിന്നെ നമുക്കൊരു ഏകദേശം 2 അവേഴ്സും കൂടെ ഉള്ളൂ നമ്മുടെ വിൻഡോ ക്ലോസ് ആവാൻ വേണ്ടി, അത് ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ആവാനായിട്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് മാത്രമാണ് മെയിനായിട്ട് ഞാൻ കഴിക്കുന്നത്. ബാക്കി രാവിലത്തെ ഫുഡായാലും അതുപോലെ തന്നെ ഈവനിങ്ങിലൊന്നും ഇന്നിപ്പോൾ എനിക്കിന്ന് ലീവ് ആയതുകൊണ്ടാണ് ഞാനിന്ന് ഈവനിങ്ങൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈവനിങ് ഒന്നും ഞാൻ കഴിക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും. ആ ടൈമിൽ എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് നന്നായിട്ട് കഴിക്കുക. ആ ഒരു ഉച്ചയ്ക്കത്തെ ഫുഡിലാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പുറത്തോട്ടേക്കൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഈവനിങ് ഇതോടുകൂടി എൻ്റെ ഇത് വിൻഡോ ക്ലോസ് ആവുകയാണ്. അപ്പോൾ ഈവനിങ്ങിൽ എന്തെങ്കിലും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. രാവിലെ എടുത്ത പോലത്തെ ബ്രെഡ് 3 എണ്ണം ടോസ്റ്റ് ചെയ്തെടുത്തു, അത് ഓയിലില്ലാതെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതായത് പേരയ്ക്ക കുറച്ച് കട്ട് ചെയ്തതുണ്ടായിരുന്നു, അതും കുട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കാം. അതപ്പോൾ നമ്മൾ 4 മണി വരെ എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് എന്തെങ്കിലും കൂടി കഴിച്ച കുറച്ച് വിശപ്പൊന്ന് നമുക്ക് അധികം വിശപ്പ് ഇല്ലാണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കി നാളെ കാണാം.